വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഒരുപാട് പേമരണങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി കണ്ണു തുറന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നു പേപ്പട്ടികളുടെ കാര്യത്തിൽ. ദില്ലിയിലെ തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. മുഴുവൻ തെരുവ് നായ്ക്കളെയും ജനവാസ മേഖലകളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും ഈ ഉദ്യമത്തിനെതിരെ വഴിമുടക്കികളായി വന്നാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതിയുടെ താക്കീത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നിർണായകവും സുത്യർഹവുമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിരന്തരം ഉണ്ടാകുന്ന തെരുവ് നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധയേറ്റുള്ള തുടർച്ചയായുള്ള മരണങ്ങളുമാവാം കോടതിയെ കൊണ്ട് നിർണായകമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരിക്കുക. ഈ നടപടികൾക്കെതിരെ നിൽക്കുന്ന മൃഗസ്നേഹികൾക്കും സംഘടനകൾക്കും പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളെയും മറ്റും തിരികെ തരാൻ ആവുമോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മൃഗസ്നേഹികളും മൃഗസംരക്ഷകരും ഇതിനെതിരെ കോടതിയെ സമീപിച്ചാൽ അവരുടെ ഹർജികൾ കോടതി ഫയൽ സ്വീകരിക്കയില്ല എന്നും കോടതി വിട്ടു പറഞ്ഞിരിക്കുന്നു. ഇവിഷയകമായി ഇനി ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ വാദമായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ആർക്കെങ്കിലും തെരുവ് നായ്ക്കളെ ദത്തെടുത്ത് വളർത്താനോ അവകാശമുണ്ടായിരിക്കയില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. പൊതു താല്പര്യം മാനിച്ചുകൊണ്ടുള്ള വിധിയാണിതെന്നും ഒരു തരത്തിലുള്ള വികാരങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി. തൽക്കാലം നിയമത്തെക്കുറിച്ച് ആരും വറി ചെയ്യേണ്ട എന്നും എത്രയും പെട്ടെന്ന് തെരുവ് നായ്ക്കളെ ജനവാസ മേഖലയിൽ നിന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്നും തടസ്സവുമായി ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, 8 ആഴ്ചകൾക്കകം ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ പ്രത്യേകം സജ്ജമാക്കിയ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി കേരളം പോലുള്ള തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായ സംസ്ഥാനങ്ങൾക്ക് കാതലായ നടപടികൾ സ്വീകരിക്കാൻ പര്യാപ്തമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കേരളത്തിൽ ഓരോ ദിവസവും 10-20 പേരെങ്കിലും നായ കടിക്കാതെ കടന്നു പോകുന്നില്ല. പലപ്പോഴും പിഞ്ചുകുഞ്ഞുങ്ങളെ നായ കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരിലും നടുക്കമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നമുക്കിടയിൽ പലപ്പോഴും പട്ടിയെ കൊല്ലരുതെന്ന് പറയാൻ സംഘടനകളും മൃഗസ്നേഹികളും നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പേപ്പട്ടികളുടെ കടികൊണ്ട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കാനോ അതിന് പരിഹാരം കാണാനോ ഒരു മൃഗസ്നേഹികളും സംഘടനകളും മുന്നോട്ട് വന്നതായി കണ്ടിട്ടില്ല. അവരൊന്നും ഒരിക്കൽ പോലും ഈ തെരുവ് നായ്ക്കളുടെ ഇടയിലൂടെ ഇറങ്ങി നടന്നിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് അവർ കയറുന്നു, അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, തിരികെ വീട്ടിലെത്തി ആ വാഹനത്തിൽ നിന്നും വീട്ടിലേക്ക് കയറുന്നു. അവർക്ക് എന്ത് പട്ടി, എന്ത് പേപ്പട്ടി. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഈ അടുത്തിടെയായി എത്ര കുഞ്ഞുങ്ങളും മുതിർന്നവരും പേപ്പട്ടി കടിച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പേവിഷബാധക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല ആരുടെയും. പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർ തുടർച്ചയായി മരണപ്പെടുന്ന വാർത്ത ആരെയാണ് ഭീതിയിലാക്കാതിരിക്കുക? പേവിഷബാധയായിട്ടുള്ള മരണം അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയും വേദനയും എങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവുക? ആർക്കും അതിന് കഴിയില്ല. ആ രംഗത്തിന് ഒരിക്കലെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളെ നമ്മൾ കണ്ടിടത്ത് വെച്ച് കയ്യിൽ കിട്ടിയത് കൊണ്ട് അടിച്ചുകൊല്ലും. അത്രമാത്രം ഭയാനകമാണ് ആ രംഗം. ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോഴും ഗുണനിലവാരമില്ലാത്ത വാക്സിനെ ആശ്രയിച്ച് സാധാരണ മനുഷ്യർ എങ്ങനെ നിത്യജീവിതം മുന്നോട്ട് നയിക്കും? സാധാരണ മനുഷ്യർക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങണമെങ്കിൽ തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ പെറ്റുവരകൾ അവസാനിപ്പിക്കുകയും നിലവിലുള്ളവയെ പ്രത്യേകം സംവിധാനം ചെയ്ത ടെന്റുകളിൽ തളച്ചിടുകയും വേണം. അതും പട്ടികളെയും നായകളെയും പ്രത്യേകം ടെന്റുകളിൽ. അതിനുള്ള കളമൊരുക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. ആനയും പുലിയുമെല്ലാം ആളുകളെ കൊന്നാൽ ഗവൺമെന്റ് 5-10 ലക്ഷം നഷ്ടപരിഹാരം നൽകാറുണ്ട്.
എന്നാൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും പേയിളയ്ക്ക് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് എന്താണ് നൽകുന്നതെന്ന് അറിയില്ല. ഇതിനെല്ലാം പുറമെ രോഗബാധിതരായ തെരുവ് നായ്ക്കൾ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളും ദുർഗന്ധവുമായി വീടുകളിലേക്ക് ഓടിക്കയറുന്നതും സർവ്വസാധാരണമായിട്ടുണ്ട്. അത്തരം നായ്ക്കളെ ചികിത്സിച്ച് സുഖപ്പെടുത്താനാവില്ല എന്നതുകൊണ്ട് തന്നെ അവകളെ കൊന്നുകളയുന്നതാണ് ആ ജീവികൾക്കും മനുഷ്യനും കൂടുതൽ അഭിലഷണീയമായിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സത്വരമായ നടപടികളിലൂടെ തെരുവ് നായ ശല്യത്തിന് അറുതി വരുത്തേണ്ടതാണ്. അതുതന്നെയാണ് അധികാരികൾക്ക് ജനങ്ങളോട് ചെയ്യാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും. അതല്ലാതെ പേപ്പട്ടികൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിനെതിരെ കുരുപൊട്ടുന്നവരെ നോക്കിയിരുന്നാൽ സാധാരണ മനുഷ്യരോട് ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അത്. ഇക്കൂട്ടത്തിൽ തെരുവ് നായ്ക്കളെ പോലെ തന്നെ നിയന്ത്രിക്കപ്പെടേണ്ട ജീവിവർഗമാണ് കുറുനരികൾ. അവയും മനുഷ്യരുടെ സ്വൈര്യ വിഹാരത്തിന് ഭീഷണിയായി ക്രമാതീതം പെറ്റുവരികയിട്ടുണ്ട്. ഇവയും തെരുവ് നായ്ക്കളെ പോലെ തന്നെ രാവും പകലുമില്ലാതെ ജനവാസ മേഖലകളിൽ വിഹരിക്കുന്നവയാണ്. ഈ ജീവികൾ വീടിനടുത്തുകൂടെ പോയാൽ മൂക്ക് പത്താതെ വീട്ടിലിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ദുർഗന്ധമാണ് ഈ ജീവികൾക്ക്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാനുഷികവും ശാസ്ത്രീയവുമായുള്ള നയത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണിതെന്നാണ്. നായ്ക്കൾ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവയല്ലെന്നും അവയെ പിടികൂടി അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റുക എന്നത് വളരെയധികം ക്രൂരമായ നടപടിയാണെന്നുമാണ്. ഷെൽട്ടറുകൾ, വന്ധ്യകരണ കുത്തിവയ്പ്പുകൾ, കമ്മ്യൂണിറ്റി കെയർ എന്നിവ ഒരുക്കുകയാണ് വേണ്ടതെന്നാണ്. അതേസമയം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് നായ്ക്കൾ സൗന്ദര്യവുമുള്ള ജീവികളാണെന്നാണ്. പുതിയ സംവിധാനങ്ങളിലൂടെ അവകളെ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ്. ഇതുവരെ നടത്തിയ വന്ധീകരണവും ശാസ്ത്രീയ സംവിധാനങ്ങളും അപര്യാപ്തമായതുകൊണ്ടാണ് കോടതിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ഒരിക്കലും അവയെ കൊന്നുകളയാനല്ല പറഞ്ഞത്. അവയെ മനുഷ്യർ തിങ്ങിയിറങ്ങിയ മേഖലകളിൽ നിന്നും മാറ്റി ആവശ്യമായ ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നാണ്. അതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നേതാക്കൾ അത് നടപ്പിലാക്കി കാണിക്കേണ്ടതാണ്. അതല്ലാതെ മൃഗസ്നേഹം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. മനുഷ്യരിൽ നടത്തുന്ന വന്ധ്യകരണം പോലും 100% വിജയത്തിലെത്തിക്കാനാവുന്നില്ല നമ്മുടെ ശാസ്ത്രത്തിന്. എന്നിട്ടാണ് അക്രമകാരികളായ മൃഗങ്ങളെ വന്ധ്യംകരിച്ച് ഇല്ലാതാക്കാനാവുക, അവരെ നിയന്ത്രിക്കാനാവുക.